കൈനീട്ടം വാങ്ങലും പടക്കം പൊട്ടിക്കലുമൊക്കെ മലയാളികളുടെ വിഷു ആഘോഷത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ വിഷുവിന്റെ ഏറ്റവും പ്രധാന ഭാഗം വിഷുക്കണി കാണലും കണിയൊരുക്കലുമാണ്. അതു കഴിഞ്ഞേ വരൂ മറ്റെന്തും. കണിയൊരുക്കുന്നതിന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതികളാണ് പിന്തുടരുന്നത്. കണിവെക്കാൻ ആവശ്യമായ സാമഗ്രികളുടെ കാര്യത്തിലും നാടുകൾ തോറും ദേശപരമായ വ്യത്യസ്തതയുണ്ട്. വടക്കേ മലബാറിൽ ഓണത്തിന്റെ അതേ പ്രാധാന്യമാണ് വിഷുവിനും കൽപ്പിച്ചു പോന്നത്. ഉണ്ണിയപ്പവും അടയും വടക്കേ മലബാറുകാരുടെ വിഷുക്കണിയുടെ ഒരു പ്രധാന ഘടകമാണ്. ഉണ്ണിയപ്പവും അടയുമില്ലാത്ത വിഷുക്കണി സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു വടക്കേ മലബാറുകാർക്ക്. എന്നാൽ ഇന്ന് ഈ പതിവ് പതുക്കെ മായുകയാണ്. വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് വിഷുക്കണി വെക്കാൻ അപ്പം തയ്യാറാക്കുന്ന പതിവ് ഇക്കാലത്തും തുടരുന്നത്. തലശ്ശേരി ഭാഗത്ത് അപൂർവം തറവാടുകളിൽ വിഷുവിന് മുറ്റത്ത് കളം വരയ്ക്കുന്ന പതിവും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് ഫോക്ലോർ വിദഗ്ധനും ചിത്രകാരനും ഗവേഷകനുമായ കെ മാരാർ പറഞ്ഞു. വിഷുവിന്റെ തലേനാൾ വടക്കേ മലബാറിലെ ഭൂരിഭാഗം വീടുകളും അപ്പമുണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഉച്ചയൂൺ കഴിയുന്നതോടെ അപ്പത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന കുഴികളുള്ള കാരയപ്പ പാത്രം റെഡിയാക്കും. അരി വെള്ളത്തിൽ കുതിർത്ത് 2 മണിക്കൂർ കഴിഞ്ഞ് തരി രൂപത്തിൽ പൊടിച്ചെടുക്കും. ഇതിലേക്ക് ശർക്കര ഉരുക്കിയൊഴിച്ച് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും എള്ളും ഏലവും ഉപ്പും ചേർത്താണ് ഉണ്ണിയപ്പത്തിന്റെ കൂട്ടൊരുക്കുന്നത്. മികച്ച അപ്പം ലഭിക്കണമെങ്കിൽ ഈ കൂട്ട് 5 മണിക്കൂറോളം മാറ്റിവെക്കണം. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാകപ്പെടുത്തുന്ന ഉണ്ണിയപ്പം സ്വാദിഷ്ടമാണ്. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം കാരക്കുഴി നിറയുന്ന വിധത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായാൽ ഉണ്ണിയപ്പച്ചട്ടിയിലെ കുഴികളിൽ തവി കൊണ്ട് ശ്രദ്ധയോടെ മാവൊഴിക്കണം. അപ്പത്തിന്റെ ആകൃതി പ്രധാനമായതിനാൽ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ചട്ടിയിൽ വേവ് പൂർത്തിയായ അപ്പത്തെ മറിച്ചിട്ട് പാകപ്പെടുത്തണം. കൃത്യമായി പാകം ചെയ്യുന്ന ഉണ്ണിയപ്പം 5 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. ചിലയിടങ്ങളിൽ വിഷുവിന് അടയുണ്ടാക്കുന്ന പതിവുമുണ്ട്. അതിനായി പ്ലാവിലെയോ കറുവയിലെയോ ആണ് ഉപയോഗിക്കുന്നത്. പച്ചരി തരിതരിയായി പൊടിച്ചെടുത്ത് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് ഇതിൽ ഏലം, ഗ്രാമ്പൂ, തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്ത് കട്ടിയുള്ള മാവാക്കി കുഴച്ചു വെക്കണം. പിന്നീട് ഈ മാവ് പ്ലാവിലയിലോ കറുവയിലയിലോ രൂപമനുസരിച്ചൊരുക്കണം. ആവശ്യത്തിന് ഇലയിൽ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം കൂടി ആവിച്ചെമ്പിൽ 1 മണിക്കൂർ നേരം വേവിച്ച് പുറത്തെടുക്കാം. ചൂടൊഴിയുന്നതോടെ ഇവ കഴിക്കാൻ പാകമായി. വീടുകളിൽ അപ്പമുണ്ടാക്കുന്ന പഴയകാല സമ്പ്രദായം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കൂട്ടായ്മകൾ വിഷുവിന് ഓർഡർ എടുത്ത് വീടുകളിലും ബേക്കറികളിലും അപ്പം നിർമ്മിച്ചു നൽകുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. കണ്ണൂരിലെ ഒരു കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് വിഷുനാളിൽ 1000കണക്കിന് അപ്പമുണ്ടാക്കാനുള്ള ഓർഡർ ലഭിച്ചു കഴിഞ്ഞു. 5 പേരടങ്ങുന്ന സംഘമാണ് അപ്പമുണ്ടാക്കുന്നതെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന എം ലളിത പറഞ്ഞു. ഓരോരുത്തർ ഓർഡർ തന്നതുമാതിരി അപ്പം നമ്മൾ ബോക്സിലാക്കിയിട്ട് അതാത് വീടുകളിലും ബേക്കറിയിലും കൊണ്ടു കൊടുക്കും. വിഷുവിന് നമുക്കിപ്പോൾ 7000 അപ്പത്തിന്റെ ഓർഡർ ഉണ്ട്. നമ്മൾ 5 പേര് കൂടിയാണ് അപ്പം ഉണ്ടാക്കുന്നത്. മുൻപ് വീടുകളിൽ വിഷുവിന് മത്സരിച്ച് അപ്പമുണ്ടാക്കുന്ന രീതി വരെ പല നാടുകളിലും നിലനിന്നിരുന്നു. ഇന്ന് വീടുകളിൽ നിന്നുള്ള വിഷുക്കണിക്കുള്ള അപ്പം ചുടൽ കുടുംബശ്രീ യൂണിറ്റുകളിലേക്കും അയൽക്കൂട്ടങ്ങളിലേക്കും മാറിയിട്ടുണ്ട്. ETV ഭാരത്, കണ്ണൂർ.